64 വയസ്സുള്ള പീറ്ററേട്ടൻ പവറാണ്. ചെറുപ്പക്കാരോടൊപ്പം മത്സരിച്ച് ഒരുപാട് അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു മനുഷ്യനാണ് എന്റെ കൂടെ ഉള്ളത്. പക്ഷേ പൊതുവെ എന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ധാരാളം നോൺ വെജ് കഴിക്കും, എല്ലാത്തരം നോൺ വെജ് കഴിക്കും. ഷുഗർ അടങ്ങിയ ഏത് സാധനവും പരമാവധി കട്ട് ചെയ്യും. ഐസ്ക്രീം അല്ലെങ്കിൽ കേക്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഞാൻ കഴിക്കില്ല. വയറ് കുറയ്ക്കാൻ വയറിന്റെ എക്സസൈസ് അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ നോക്കിയാലും വയറ് കുറയ്ക്കാൻ വയറിന്റെ ഓരോ കാല് പൊക്കുന്നത്, വയറിങ്ങനെ കാണിക്കുന്നത്, രണ്ട് കാലും പൊക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബോൾ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണത്, ഇതെല്ലാം വെറും മണ്ടത്തരങ്ങളാണ്. നമുക്ക് ഇത് ശരിക്കും എല്ലാ വർക്കൗട്ടും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ബോഡിക്ക് നന്നായിട്ട് സ്ട്രെച്ച് ആവും, ഒരു നടക്കുന്നതിനുള്ള എഫക്റ്റ്, കാർഡിയോ ചെയ്യുന്ന എഫക്റ്റും കിട്ടും. 64 വയസ്സുള്ള പീറ്ററേട്ടൻ പവറാണ്. ചെറുപ്പക്കാരോടൊപ്പം മത്സരിച്ച് ഒരുപാട് അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു മനുഷ്യനാണ് എന്റെ കൂടെ ഉള്ളത്. പീറ്ററേട്ടാ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു? ജിമ്മും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്താണ്? കുറെ അംഗീകാരങ്ങൾ കിട്ടിയെന്ന് ഞാൻ റീസെന്റ് കഴിഞ്ഞ മാസം 9-ാം തീയതി, നവംബർ 9-ാം തീയതി സൗത്ത് കൊറിയയിൽ നടന്ന മിസ്റ്റർ വേൾഡ് മത്സരത്തില് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ വന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഓ ശരി. പിന്നെ അതിന് മുമ്പ് ഒരു മാസം മുമ്പ് സെപ്റ്റംബറിൽ കാഠ്മണ്ഡുവിൽ നടന്ന മിസ്റ്റർ ഏഷ്യ മത്സരത്തിലും ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ വാങ്ങി. ഓ ശരി. മിസ്റ്റർ വേൾഡ് ആയിട്ടുണ്ട് അല്ലേ? മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ്. ഓക്കെ. അതും ചെറുപ്പക്കാരോടൊപ്പമാണ്. ഈ ഒരു പ്രായത്തിൽ ഞാൻ പറയട്ടെ, 64 വയസ്സുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ആരെങ്കിലും വിശ്വസിക്കും? ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു 64 വയസ്സുള്ള ആളാണെന്ന് കണ്ടാലേ പറയില്ല. എങ്ങനെ ഇത് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണേ? അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസും പ്രത്യേകിച്ച് ബോഡി ബിൽഡിംഗ് എക്സസൈസ്, ജിമ്മിലെ വർക്കൗട്ട് കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡയറ്റ് ഫുഡ് ഹാബിറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏജിങ്ങിനെ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് പ്രായാധിക്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയത് ഒരു 80 വയസ്സ് വരെയെങ്കിലും നമ്മുടെ ബോഡി ഒരേപോലെ കീപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ 50 വയസ്സിലാണ് മിസ്റ്റർ ഇന്ത്യ ചെറുപ്പക്കാരോടൊപ്പം മിസ്റ്റർ ഇന്ത്യ വാങ്ങിയത്, ഗോൾഡ് മെഡൽ വാങ്ങിയത് 50 വയസ്സിലാണ്. എത്ര വയസ്സുള്ള ആളുകളായിരുന്നു അന്നേരം മത്സരിച്ചിട്ടുണ്ടായിരുന്നു? അന്ന് 25, 30, 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവരാണ് എൻ്റെ കൂടെ ഈ 50 വയസ്സിൽ മത്സരിച്ചത്. ഞാൻ അവരെ ബീറ്റ് ചെയ്ത് മിസ്റ്റർ ഇന്ത്യ ആയി. അതിന് നേവിയുടെയും ആർമിയുടെയും അല്ലെങ്കിൽ റെയിൽവേയുടെയും ഒക്കെ ടീമുകൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അവരെയും ബീറ്റ് ചെയ്തു. അതുപോലെ ഞാൻ മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു 57 വയസ്സിലും 55 വയസ്സിലും. മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും യങ്സ്റ്റേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബോഡി ബിൽഡേഴ്സ് ആയിരിക്കും അവിടെ ഈ റെയിൽവേയിൽ. അവരെ ഞാൻ ബീറ്റ് ചെയ്ത് 2 തവണ മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ ഗോൾഡ് മെഡൽ വാങ്ങി. ഒരുപാട് മീഡിയാസിലൊക്കെ ആർട്ടിക്കിൾ വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗ്. ഞാൻ ചെറുപ്പത്തിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിങ്ങും ചെയ്യുമായിരുന്നു. വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ അമേരിക്കയിൽ നടന്ന വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 2019 ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ഗോൾഡ് മെഡൽ വാങ്ങി, വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ 2 ഗെയിമിലും വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും വേൾഡ് ചാമ്പ്യൻ ആവുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ഇതേവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ചേട്ടൻ എങ്ങനെയാ ഈ ഒരു ബോഡി ബിൽഡിംഗ് പരിപാടികളൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ബോഡി ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങിയത് ഏത് വയസ്സിലാണ്? അത് 16 വയസ്സിൽ തന്നെ തുടങ്ങിയതാണ്. ഇത് കണ്ടിട്ടുണ്ട്, ഒരു ആർട്ടിക്കിൾ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു. അതൊരു സ്വപ്നമായിരുന്നു. അതായത് ഒരു ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ 16 വയസ്സിൽ ജിമ്മിൽ പോകുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു ആളാവണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. സ്പോർട്സിൽ അങ്ങേറ്റം എത്തണം ഒരു സ്വപ്നം. കാരണം എനിക്ക് അന്ന് ശക്തിയായിരുന്നു എൻ്റെ ഒരു വലിയ ക്രെഡിറ്റാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കബഡി കളിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ബീറ്റ് ചെയ്യും, ആരും എന്നെ തോൽപ്പിക്കില്ല, എന്നെ പിടിച്ചെടുത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി ശക്തിയാണ്. അപ്പോഴാണ് ജിം എന്നുള്ള പ്രസ്ഥാനത്തിന്റെ പേര് ഞാൻ കേൾക്കുന്നത്. അതുവരെ എൻ്റെ വില്ലേജിൽ ആരും ജിം എന്നുള്ള പേര് കേട്ടില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഇത് ഏകദേശം ഒരു 45 വർഷം മുമ്പുള്ള കാര്യമായി പറഞ്ഞത്. 45 വർഷം മുമ്പ്, 46 വർഷമൊക്കെ ആയി. അന്ന് ആരും ജിമ്മിന് പ്രസ്ഥാനം ഇല്ല കേരളത്തിൽ എവിടെയും. ഈ ചെറിയ ഒരു എന്താ പറയുക, ചെറിയൊരു ഷെഡിൽ പൂഴി മണ്ണിൽ കുറച്ച് വെയിറ്റും ഇതൊക്കെ ഉള്ള അതാണ് അന്നത്തെ ജിമ്മെന്ന് പറഞ്ഞത്. ഇതുപോലത്തെ ജിമ്മൊന്നും അന്ന് ലോകത്ത് തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കാലത്ത്. അതെ അതെ. ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കേട്ടോ? അന്ന് എൻ്റെ ചേട്ടൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കേരള യൂണിവേഴ്സിറ്റി മിസ്റ്റർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആയിരുന്ന ഒരു CC ജോയ് ഉണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ കുറിച്ചുള്ള ഈ മാഗസീനിലൊക്കെ പുള്ളിനെ കുറിച്ചുള്ള വിവരം കേൾക്കും, പുള്ളിയുടെ ഫോട്ടോസ് കാണും, ചേട്ടൻ പുള്ളിനെ കുറിച്ചുള്ള വിവരങ്ങൾ തരും, ഭയങ്കര മസിലാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നി അത് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിക്കൂടാ. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് കാണുന്ന ഫസ്റ്റ് ന്യൂസും എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഐഡിയയും. ഇപ്പൊ എല്ലാരും ഓഫീസ് ജോബും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ വ്യായാമം കാര്യങ്ങളൊക്കെ ആളുകൾ ഓഫീസ് ജോബ് നമ്മുടെ മനുഷ്യന്റെ ശരീരം ഉദ്ദേശിക്കുന്നതല്ല. കടയിലിരിക്കാനോ ഓഫീസിനോ നമ്മൾ കൃത്യമായിട്ടുണ്ടാക്കിയ സിസ്റ്റമാണത്.
അതിന് പകരം നമ്മൾ ഇപ്പോൾ പറമ്പിൽ ജോലി ചെയ്യുന്നതിന് പകരം ഇവിടെ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന എല്ലാ മസിലുകളെയും വർക്ക് ചെയ്യണം. ജിമ്മിൽ വന്ന് നടക്കാനോ സൈക്കിൾ ചെയ്യാനോ അല്ല. ജിമ്മിൽ വരുന്നത് മസിലുകളെ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം, മസിലുകളെ യൂസ് ചെയ്യാത്ത മസിലുകൾ വർക്ക് ചെയ്യാൻ. അത് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. ചേട്ടൻ എന്തൊക്കെ ഫുഡൊക്കെ കഴിക്കാറ്? അതായത് ഈ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് കോമ്പറ്റീഷൻ ആ ഒരു സമയത്ത് കുറച്ചുകൂടി അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് പോകും. പക്ഷേ പൊതുവെ എൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ധാരാളം നോൺ വെജ് കഴിക്കും, എല്ലാത്തരം നോൺ വെജും കഴിക്കും, ധാരാളം ഫ്രൂട്ട്സ് കഴിക്കും. അതും മിക്കവാറും ഓർഗാനിക് ഫുഡായിരിക്കും, ഓർഗാനിക് ഫ്രൂട്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ ധാരാളം വെജിറ്റബിൾ കഴിക്കും, സാലഡ്സും അതൊക്കെ ധാരാളം കഴിക്കും. പിന്നെ ധാന്യ ഭക്ഷണങ്ങൾ, അരി, ഗോതമ്പ്, ഓട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ മിനിമം കഴിക്കുള്ളൂ. അത് നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് മാത്രം രാവിലെ അല്പം കഴിക്കും. പിന്നീട് ഞാൻ അത് കഴിക്കില്ല. ഈവനിംഗ് ഒന്നും ഒരു കാരണവശാലും ധാന്യ ഭക്ഷണങ്ങൾ കഴിക്കില്ല. ഷുഗർ അടങ്ങിയ ഏത് സാധനവും പരമാവധി കട്ട് ചെയ്യും. ഐസ്ക്രീം അല്ലെങ്കിൽ കേക്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഞാൻ കഴിക്കില്ല. ഇപ്പൊ സാധാരണ ആളുകളൊക്കെ ചപ്പാത്തി കഴിച്ചാൽ കുഴപ്പമില്ല, ഗോതമ്പിന്റെ ആണല്ലോ കുഴപ്പമില്ല, ഇതൊക്കെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാ. അതായത് ചപ്പാത്തി കഴിച്ചാലും ഓട്സ് കഴിച്ചാലും ഇപ്പൊ മില്ലറ്റ്സ് വരെ കഴിച്ചാലും ഇതിന്റെ എല്ലാം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അതാണ് ഗ്ലൂക്കോസ് ആവുന്നത്. ആ ഗ്ലൂക്കോസ് ശരീരത്തിൽ ബ്ലഡിൽ അമിതമാകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ആവുന്നത്, പാങ്ക്രിയാസ് കംപ്ലൈന്റ് ആവും, ഡയബറ്റിക് ആവും, BP വരും, കൊളസ്ട്രോൾ വരും, ഹാർട്ട് അറ്റാക്ക് വരും, ക്യാൻസർ വരെ വരുന്നത് ഈ ഓവർ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ചപ്പാത്തി ഒരു ഡയറ്റിൽ ഒരു കാര്യമില്ല. ചപ്പാത്തി ചോറിന് പകരം ചപ്പാത്തി വെച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. വേണമെങ്കിൽ ഒരു അല്പം അളവ് കുറയ്ക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഇപ്പോൾ ആളുകൾക്ക് ഒരു ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ ചേട്ടൻ എന്ത് പറയും? ഞാൻ പറയുന്നത് നിങ്ങൾ രാവിലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, പറ്റുമെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ രാവിലെ ഇങ്ങനെ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, അസിഡിറ്റി ഉണ്ടാവില്ല. അത് നമ്മുടെ വയറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ആൽക്കലൈൻ ആവുകയാണ്. അതുകൊണ്ട് അത് അസിഡിറ്റി ഉണ്ടാവില്ല. അസിഡിറ്റി ഉള്ളവർക്ക് നാരങ്ങ കഴിക്കാം, ഒരു ഇഷ്യൂ ഇല്ല. ഇനിയും അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ പറയുന്നത് ഒരു ഓംലെറ്റ് കഴിക്കുക, 2-3 മുട്ട ഇട്ടിട്ട് അതിനകത്ത് കുറേ ഇലകളും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക. അതാണ് ഞാൻ സാറിന് ഡയറ്റിൽ കൊടുക്കാറ്. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കാം. ഈ ഓംലെറ്റ് കഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ലത് എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കാം, എന്തെങ്കിലും ഫ്രൂട്ട്. കാരണം നമ്മുടെ വയറിന് ഏറ്റവും ആദ്യം വേണ്ടത് ഫ്രൂട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലഞ്ചിനും അല്ലെങ്കിൽ ഡിന്നറിനും നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും നോൺ വെജ് ഉണ്ടെങ്കിൽ അത് നല്ലത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാം. ഈ അരിക്ക് പകരം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് പയറുവർഗ്ഗങ്ങൾ, അതുപോലത്തെ സാധനങ്ങളാണ്. പരിപ്പ്, പയറൊക്കെയാണ്, കടല, അതൊക്കെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. നട്ട്സ് അല്ല, പയറുവർഗ്ഗങ്ങൾ. അതാണ് ധാരാളം കഴിക്കേണ്ടത്. അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ച് രോഗികളാവുകയാണ് ശരിയാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരുമില്ല. ഡോക്ടേഴ്സ് വരെ പറയുന്നത് അരിക്ക് പകരം ഗോതമ്പ് കഴിച്ചാൽ മതി, ഓട്സ് കഴിച്ചാൽ മതി. ഇത് അവർക്കേ അറിയില്ല, അവർ പഠിച്ചിട്ടില്ല, അവർ എവിടെയും പഠിച്ചിട്ടില്ല, അവർ സിലബസിൽ ഇതിനെക്കുറിച്ച് ഇല്ല, തീർത്തുമില്ല. ഇപ്പൊ സാധാരണ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കേണ്ട ആരും ഈ വയറുറക്കാൻ ശരിക്കും എന്താ ചെയ്യുക? വയറ് കുറയ്ക്കാൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ വൈറലായിട്ട് യൂട്യൂബ് ചാനലാണ്. വയറ് കുറയ്ക്കാൻ വയറിന്റെ എക്സസൈസ് അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ നോക്കിയാലും വയറ് കുറയ്ക്കാൻ വയറിന്റെ ഓരോ കാല് പൊക്കുന്നത്, വയറിങ്ങനെ കാണിക്കുന്നത്, 2 കാലും പൊക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബോൾ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണത്, ഇതെല്ലാം വെറും മണ്ടത്തരങ്ങളാണ്. ഒരു കാരണവശാലും വയറിന്റെ എക്സസൈസ് ചെയ്തുകൊണ്ട് വയറ് കുറയില്ല. ടോട്ടൽ കലോറി ബേൺ ചെയ്യണം. നമ്മൾ ശരീരത്തിന്റെ എല്ലാ മസിലുകളും ഉപയോഗിച്ച് പരമാവധി അതിനെ ഉപയോഗിച്ച് ഫുൾ ടയർഡായി മാക്സിമം കിതച്ച് എത്ര ഊർജ്ജം അതിനുവേണ്ടി ചിലവാക്കുന്നു അതനുസരിച്ച് ടോട്ടൽ ബോഡിയിൽ നിന്നാണ് ഫാറ്റ് പോകുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ കോമ്പറ്റീഷന് പോയിരുന്ന കഴിഞ്ഞ മാസം എൻ്റെ കവളൊക്കെ കുറച്ചുകൂടി ഒട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ടോട്ടൽ ഫാറ്റ് പോകുമ്പോൾ കവളത്തിൽ നിന്ന് കുറച്ച് ഫാറ്റ് പോകും. വയറിൽ പോകുന്നതനുസരിച്ച് കവളത്തിൽ നിന്ന് പോകും. കയ്യിലുണ്ടെങ്കിൽ എവിടെയൊക്കെ ഫാറ്റ് ഉണ്ട് അവിടെ നിന്നൊക്കെ പോകും. അല്ല, നമുക്ക് ഒരു ഭാഗത്തും സ്പോട്ട് ഡിറ്റക്ഷൻ ഹ്യൂമൻ ബോഡിയിൽ ഇല്ല. അത് ഉണ്ടെന്നാണ് ഈ നമ്മൾ കാണുന്ന യൂട്യൂബ് വലിയ കോടാനുകോടി മില്യൺ വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൽ അതാണ് കാണിക്കുന്നത്. ജനങ്ങളെ വിഡ്ഢികളാണ് കാണുന്നത്. അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ്. ആളുകളുടെയൊക്കെ ആഗ്രഹം എന്തെങ്കിലും ഒരു സിമ്പിൾ എക്സസൈസ് ചെയ്താൽ വയറ് കുറയണം, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ പരുവത്തിൽ വയറ് കുറയ്ക്കണം. അത് ഒരിക്കലും ഇമ്പോസിബിൾ ആണ്. ഞാനൊക്കെ ഇൻസ്റ്റയില് റീലൊക്കെ കണ്ടിട്ട് ഞാൻ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ വയറ് കുറഞ്ഞിട്ടില്ല. കാരണം തന്നെയാണ്. പിന്നെ നിങ്ങൾ ജിമ്മിൽ പോയാലും എന്ത് എക്സസൈസ് ചെയ്താലും വയറ് കുറയണം, നമ്മൾ നല്ല സ്ലിം ആവണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് കൃത്യമായിട്ട് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. ഫുഡാണ് മെയിൻ അല്ലേ? ഫുഡിൽ നിന്നാണ് നമ്മൾ കലോറി കുറച്ചിട്ട് ഇവിടെ എത്ര ചിലവാക്കുന്നോ അത്രയും നമ്മൾ വീട്ടിൽ പോയിട്ട് ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറയില്ല, അത് കൂടും. ഈ ഇവിടെ ചിലവാക്കിയത് വീട്ടിൽ പോയി കാർബോഹൈഡ്രേറ്റ് കൂട്ടും, അപ്പോൾ പിന്നെ അത് ബാലൻസ് ചെയ്ത് നിൽക്കും. അതേസമയം ഇവിടെ ചിലവാക്കുന്നത് അനുസരിച്ച് അവിടെയും കൂടി കുറേശ്ശെ കട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെയും കൂടി കുറച്ച് കട്ടിയാണെങ്കിൽ അത് പതുക്കെ ബോഡിയിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ഈ ചെയ്യുന്ന വർക്കിന് വേണ്ടിയുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൽ നിന്ന് എടുക്കാൻ തുടങ്ങും.
ഫാറ്റ് എന്ന് പറയുന്നത് ഊർജ്ജത്തിന്റെ സോഴ്സാണ്. ഊർജ്ജം അനാവശ്യമായ കലോറി അകത്തേക്ക് കയറിയിരിക്കുന്നത് അത് ഭാവിയിൽ ഉപയോഗിക്കാനുണ്ടെന്നുള്ള കണക്കുകൂട്ടലിൽ ശരീരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കൊഴുപ്പ്. അത് ഉപയോഗിച്ച് തന്നെ തീർക്കണം. പക്ഷെ അകത്തേക്ക് വീണ്ടും കലോറി കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും അത് കുറയില്ല. അപ്പൊ ഈ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ എന്താ ചെയ്യുക? ഈ നോൺ വെജ് കഴിക്കണം എന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. അത് അവർക്ക് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ സിസ്റ്റം കുറച്ചു കാലം മുമ്പ് വന്നതാണ്. അങ്ങനെ വെജിറ്റേറിയൻ ആയിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളവർക്ക് പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ഫുള്ളായിട്ട് വെജിറ്റേറിയൻസിനുള്ള ആളുകളുള്ള ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ തടിയന്മാരുള്ളത്. ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം അവർ ധാരാളം ചോറ് കഴിക്കും, സ്വീറ്റ്സ് കഴിക്കും, അവർക്ക് അതൊക്കെയാണ് കഴിക്കാൻ വരുന്നത്. അപ്പം ഞാനൊക്കെ വയറ് കഴിക്കുന്നത് ചിക്കൻ കഴിക്കും, നോൺ വെജ് എല്ലാം കഴിക്കും. ചിക്കനാണ് ഏറ്റവും കൂടുതൽ വയറ് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് വിശക്കില്ല, വിശപ്പ് കുറവായിരിക്കും. ചേട്ടാ ഈ ഒരു എന്താ മെഷീൻ ശരിക്കും എന്തെന്നാ ഞാൻ ഇതിന്റെ പറ്റി കുറച്ച് കേട്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാം ചെയ്യാന്ന് അല്ലേ? ഇത് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഈ പറഞ്ഞ 47 വർഷത്തെ എൻ്റെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റമാണത്. അതായത് വീടുകളിൽ ഇപ്പോൾ എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റില്ല, പ്രായമുള്ളവർക്കും ജിമ്മിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ലേഡീസിന് പലർക്കും ജിമ്മിൽ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെഷീൻ മതി. ഇതുമ്പോൾ ഒരു 24ഓളം എക്സസൈസുകൾ ചെയ്യാം. അതായത് ജിമ്മിൽ ചെയ്യാവുന്ന എല്ലാ മസിലുകൾക്കുള്ള വർക്കൗട്ട് ഇതുമ്പോൾ ചെയ്യാം. അങ്ങനെ ഇത് ബോഡി ബിൽഡിംഗ് മെഷീൻ അല്ല, ഇത് നല്ല ഫിറ്റ്നസ് മെഷീൻ. മസിലുകളെ വർക്ക് ചെയ്ത് ഫിറ്റ്നസ് ഉണ്ടാക്കാൻ പറ്റിയൊരു മെഷീൻ. ഇതിനകത്ത് ഒന്ന് ചെയ്ത് കാണിക്കണോ? ഓക്കെ, ഇത് വയറിന്റെ എക്സസൈസ് ആണ്, അതായത് അബ്ഡോമൻ എക്സസൈസ്. ഓക്കെ, ഈ മസിലുകളെ വർക്ക് ചെയ്യുന്ന എക്സസൈസ്. അപ്പം ഇതിങ്ങനെ പിടിക്കുക, തലയിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുക, എന്നിട്ട് ചാരി നിന്നിട്ട് ഇങ്ങനെ വലിക്കാം. ഇതിന് വെയിറ്റ് വേണമെങ്കിൽ അങ്ങേ സൈഡിലിടാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയും അല്ലേ? ഇത് വയറ് കുറയുന്നല്ല, വയറിന്റെ മസിൽ അബ്ഡോമൻ എക്സസൈസ് വയറ് കുറയാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വയറിന്റെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർ മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ശരീരത്തിന് വളരെ ആവശ്യമാണ്. ചിത്രം ചെയ്ത് നോക്കി. ഞാൻ പറയുന്നവർ പിടിക്കണം. കൈ മോളിൽ നിന്ന് പിടിക്കും, കൈ ഇവിടെ നിന്ന് പിടിക്കും, തിരിച്ച് അല്ല ഇവിടെ നിന്ന് അവിടെ നിന്ന് പിടിക്കും. കൈ അടുപ്പിച്ച് പിടിക്കും, കാലുകൾ കയറ്റിച്ചോ. ഓക്കെ, ഇനിയില്ല, കൈ ഇവിടെ ലോക്ക് ചെയ്യും. ഓക്കെ, ഇനി മുന്നോട്ട് വളയും. താഴോട്ട് പോട്ടെ, താഴോട്ട് ബ്രീത്ത് കളഞ്ഞിട്ട് താഴോട്ട് താഴോട്ട് വരെ, കുഴപ്പമില്ല. കുറേ പോരെ, പതുക്കെ റിവേഴ്സ് പോവും. അബ്ഡോമൻ താഴേക്ക് ശരിക്കും വന്നേ. ഇപ്പൊ ലോഡ് കിട്ടുന്നത് വയറിന്റെ മസിലല്ലേ? 2 കഥച്ചു. ഇനി നടക്കുന്ന എക്സസൈസ് കാണിച്ചു തരാം. നടക്കുന്നതല്ല, ഇതിപ്പോ തന്നെ ഇപ്പൊ കാലിനുള്ള എക്സസൈസ് കാണിച്ചു. നമ്മളിപ്പോ പൊതുവെ ഈ കാലിന്റെ മസിലുകൾ പൊതുവെ എല്ലാവർക്കും വീക്കായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നത് കാലിന്റെ ഏറ്റവും വലിയ മസിലാണ്. ഇതിനെ യൂസ് ചെയ്ത് എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നത്. പിന്നെ മുട്ടുവേദന വരുന്നത് ഈ മസിൽ സ്ട്രോങ് എല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പം അതിനുള്ളൊരു എക്സസൈസ് ആണിത്. നമ്മളിവിടെ കിടക്കാം, ഇവിടെ കിടന്നിട്ട് നമുക്ക് ഇത് ചവിട്ടിന്ന് കൊടുക്കാം. അപ്പോൾ ലോഡ് അവിടെ ഇടണം. ലോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലെഗ് പ്രസ് ചെയ്യുമ്പോൾ മറ്റുള്ള ലെഗ് പ്രസ് മെഷീൻ ഉപയോഗിക്കുന്നവരെ നന്നായിട്ട് കാലിലെ ഈ തൈ മസിലിൽ ലോഡ് കൊടുത്ത് ചെയ്യാം. മനസ്സിലായി. അപ്പൊ ഏകദേശം 20ഓളം എക്സസൈസ് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി സിമ്പിൾ ആയിട്ടൊരു നടത്തി കാണിച്ചു തരാം. ഓക്കെ, വാക്കിംഗ്. അതിന് നമ്മൾ ഇതൊന്ന് അഴിച്ചു വയ്ക്കാം. ഇങ്ങനെ അഴിച്ചൊക്കെ വെക്കാം അല്ലേ? ഇത് അഴിച്ചു വയ്ക്കാം. ശരി, ഫുള്ള് ഭയങ്കര സെറ്റപ്പാ കേട്ടോ. ഇത് അഴിച്ചു മാറ്റും. ഇത് അഴിച്ചു വയ്ക്കാം. മനസ്സിലായി. ഇനിയിപ്പോ ഇത് വാക്കിംഗ് മെഷീനായി. അതായത് ക്രോസ് വാക്കിംഗ് എന്ന് പറയും. മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഇത് ശരിക്കും എല്ലാ വർക്കൗട്ടും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ബോഡിക്ക് നന്നായിട്ട് സ്ട്രെച്ച് ആവും. ഒരു നടക്കുന്നതിനുള്ള എഫക്ട്, കാർഡിയോ ചെയ്യുന്ന എഫക്റ്റും കിട്ടും. ഏറ്റവും കൂടുതൽ അതായത് നല്ല നേരം എപ്പോഴാണ്? അതായത് ഈവനിങ് എക്സസൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. നമ്മുടെ ശരീരം നമുക്ക് കൺവീനിയന്റ് ടൈം ഉപയോഗിക്കാം. ശരീരം എപ്പോൾ വർക്ക് ചെയ്താലും കുഴപ്പമില്ല. മസിലുകൾ അധ്വാനിക്കണം, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ നമ്മൾ പറമ്പിൽ ജോലി ചെയ്യാനൊരു ടൈമൊന്നും ഇല്ല. രാവിലെ വൈകുന്നേരം ഒന്നും ഇല്ല, ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. രാത്രിയും ജോലി ചെയ്യാം. രാത്രി നമുക്ക് സമയം രാത്രിയും ചെയ്യാം. രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടി വാമപ്പ് വേണ്ടി വരും ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ നമുക്ക് മടി പിടിക്കാൻ സാധ്യതയില്ല. രാവിലെ എക്സസൈസ് ചെയ്യാൻ പോകുന്നവർ ഇവിടെ ജിമ്മിലായാലും രാവിലെ വരുന്നവർ പൊതുവെ മടി പിടിക്കും. രാവിലെ എണീറ്റ് പോരാന്നൊക്കെ. ഇവിടെ ഓരോരുടെ സൗകര്യം. ഇപ്പൊ ചിലർക്ക് രാവിലെയാണ് സൗകര്യം, എപ്പോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ശരീരം അധ്വാനിക്കണം, അത്രേ ഉള്ളൂ. ശരി ശരി ശരി. നടന്നോക്കണ്ട.
നടന്നു അത് അതിന്റെ സ്റ്റെപ്പ് ഒന്ന് പഠിക്കേണ്ടി വരും ആദ്യം. ആണല്ലേ? അവിടെ പിടിച്ചു. പിന്നെ നടക്ക്. എന്നിട്ട് ഒരു കാലം മുന്നോട്ട് ഒരു കാലം പറയട്ടെ, അത് പഠിക്കണം ഒന്ന്. ഇവിടെ പിടിച്ചോ. ഇവിടെ പിടിച്ചോ. മനസ്സിലായി. റിതം തന്നെ വരും ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വരും. അത് കൈ നീട്ടി ചെയ്തോ. യെസ്. അപ്പൊ ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ ഓക്കെ. അയ്യോ, ഇതിനകത്ത് എങ്ങനെയാ നിർത്തിറങ്ങും? പതുക്കെ വീഴൊന്നുമില്ല. പിടിക്കണേ. അപ്പൊ ചേട്ടാ യെസ്, ഒരുപാട് നന്ദി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ഒരുപാട് താങ്ക് യു. ഈ ചേട്ടന് എന്താ ഇനി എന്താ പറയാ, ഇപ്പൊ ജിമ്മിലൊക്കെ ചേരാനായിട്ട് ആഗ്രഹമുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്താ? ജിമ്മിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ജിമ്മിലെ വർക്കൗട്ട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അത് ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം അവർ പുറത്തിറങ്ങി ജോലികളൊന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്. അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50 വയസ്സിന് അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ളവരാണ് ജിമ്മിൽ പോകുന്നത്. കാരണം അവർക്ക് മസിൽ ലോസ്, പ്രായത്തിലും മസിൽ ലോസ് വരും. ആ മസിലിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയാലാണ് നമ്മുടെ ഏജിങ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ തീരുള്ളൂ. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാൽഷ്യം എല്ലിലേക്ക് കയറണമെങ്കിലും മസിലുകൾ കഠിനമായിട്ട് അധ്വാനിക്കണം. നമ്മൾ കഴിക്കുന്ന ചിക്കനോ അല്ലെങ്കിൽ നോൺ വെജോ അല്ലെങ്കിൽ എന്ത് പ്രോട്ടീൻ ഫുഡ് കഴിച്ചാലും അത് ശരീരത്തിൽ കിട്ടണമെങ്കിലും മസിലുകൾ അധ്വാനിക്കണം. നടന്നാൽ ഇതൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ എന്ത് കളികൾ കളിച്ചാലും, ക്രിക്കറ്റ് കളിച്ചാലും ഫുട്ബോൾ കളിച്ചാലും മസിലുകൾ അധ്വാനിക്കാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. വെറുതെ നടക്കണോണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. വെറുതെ നടക്കൊണ്ട് ഒരു മിനിമം ഏറ്റവും കുറഞ്ഞ ചെറിയൊരു വ്യായാമം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ മസിലുകളെ അധ്വാനിപ്പിച്ചാൽ മാത്രമേ, കാരണം നമ്മുടെ ഈ ജോയിൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മസിൽ കൊണ്ടാണ്. ആ മസിലുകൾ അധ്വാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് അധ്വാനിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ജോയിന്റ് പെയിൻ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ നമുക്ക് എല്ലാ BP ഉണ്ടാവുന്നതും കൊളസ്ട്രോൾ ഉണ്ടാവുന്നതും എല്ലാത്തിൻ്റെയും പിന്നിൽ മസിലുകൾ അധ്വാനിക്കുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ പെട്ടെന്ന് ഏജിങ് വരുന്നത് അത് മസിലുകൾ അധ്വാനിക്കുക. കാരണം ഈ മസിലുകൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും. ഈ ഗ്ലാൻഡിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. മസിലുകളെ കഠിനമായിട്ട് അധ്വാനിപ്പിക്കും. വെറുതെ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നാലും കിട്ടില്ല. അത് നല്ല ലോഡ് എടുത്ത് ഷോർട്ട് ടൈമിൽ മാക്സിമം എഫേർട്ട് എടുക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഗ്രോത്ത് ഹോർമോണാണ് നമ്മുടെ യുവത്വം തീരുമാനിക്കുന്നത്. അത് എത്ര ഏജ് ആയാലും, ഇപ്പോൾ 70, 80 ആയാലും നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങായിട്ട് നിൽക്കും. ബോഡി എങ്ങായിട്ട് തന്നെ നിൽക്കും. എല്ലാ രീതിയിലും എങ്ങായിട്ട് നിൽക്കും. ഇപ്പം ഞാൻ എങ്ങാട്ട് നിൽക്കുന്നത്, ഞാൻ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നല്ല യങ്ങായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല 64 വയസ്സുള്ള മനുഷ്യന്റെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്.